കുറെ രാജ്യങ്ങൾ പോയിട്ടില്ലേ? കുറെ രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അമേരിക്കയിൽ പോയായിരുന്നു 2010. എങ്ങനെയായിരുന്നു ഒരു അനുഭവം? അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാര്യം ഇപ്പൊ എൻ്റെ പേര് ഇബ്രാഹിം അബ്ദുൽ റഹീം എന്നായിരുന്നു. മറ്റേ ഈ വേൾഡ് ട്രേഡ് സെന്റർ ഒക്കെ ആക്രമിച്ച് ആ സമയത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി ക്യൂ നിന്നു. JFKയിലായിരുന്നു ഇറങ്ങിയത്. ക്യൂ നിന്ന് എല്ലാവരും അങ്ങനെ പോയി. അപ്പൊ എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ ഫോളോ മീ എന്നെ വിളിച്ചോണ്ട് പോയി. ഞാനൊന്നും അറിയത്തില്ല. നേരെ കൊണ്ടുപോയിട്ട് വലിയൊരു ഹാള് അവിടെ കൊണ്ടിരുത്തി. അപ്പൊ 3 ഫയലുണ്ട്. ഒരു പച്ചയുണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഈ 3 ഫയൽ അവിടെ ഇരിപ്പുണ്ട്. എന്റെ പാസ്പോർട്ട് കൊണ്ട് റെഡ് ഫയലിൽ കൊണ്ടുവച്ചു. റെഡ് ഫയല്, റെഡ് കളറുള്ള ഫയലിൽ കൊണ്ടുവച്ചു. നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അരമണിക്കൂറായി, 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി ഞാൻ അവിടെ ഇരിക്കുക. അപ്പം എനിക്ക് നന്നായി ദാഹിച്ചു. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ 2 പേരെ വിലങ്ങ് വെക്കുന്നു. 2 പേരെ വേറെ 2 ആൾക്കാരെ വിലങ്ങ് വെക്കുന്നു. ഞാൻ വിചാരിച്ചു തീർന്നു, അമേരിക്കയിൽ ഇവിടെ ജയിലിൽ കഴിയാം. അമേരിക്ക സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയത് സംഭവം. കാര്യം ഒരു എത്തും പിടിയില്ലാത്ത സ്ഥലമായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ 1.5 മണിക്കൂർ ഒരാൾ വിളിച്ചു കൊണ്ടുപോയി. നമ്മുടെ അടുത്തൊന്നും ചോദിക്കുന്നില്ല. വേറെയും ഓക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അയാൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എൻജോയ് USA എന്ന് പറഞ്ഞ് അടിച്ചു തന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ എത്തും പിടിയില്ല. ഒരു 19 ബെൽറ്റ് കിടക്കുകയാണ്. എൻ്റെ ലഗേജ് എവിടെയാണെന്നറിയില്ല. അപ്പം ഞാൻ ഒരു അറ്റത്തുനിന്ന് നടന്ന് കുറേ ദൂരം 32ാമത്തെ ബെൽറ്റിൽ എൻ്റെ 2 പെട്ടി മാത്രം കിടന്ന് കറങ്ങും. ആ പെട്ടി എടുത്തിട്ട് വന്നു. അപ്പോൾ ട്രോളി പിടിച്ചപ്പോൾ ട്രോളി വരുന്നില്ല. കാര്യം അവിടെ $5 ഇട്ടാലേ ട്രോളി ഇവിടെ ഇഷ്ടം പോലെ ആ ഓർമ്മയിലാണ് അവിടെ പോയി എടുത്തത്. റഹ്മാൻ ഇത് പറയുമ്പോ റഹ്മാൻ അത് അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല. ഡിറ്റോ ഇതിനേക്കാൾ പേടിക്കുന്നൊരു അനുഭവം എനിക്കുണ്ടായി അമേരിക്കയിൽ. എന്താണ്? അയ്യോ, ഞാനും എൻ്റെ കൂടെ എൻ്റെ ഒരു പാവം എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവൾക്കൊന്നും അറിയില്ല, ഇംഗ്ലീഷൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ. ഒറ്റ കാരണമാണ് ഉണ്ടായത്. അതിന് ട്രിഗർ ചെയ്തൊരൊറ്റ കാരണം നമ്മളോട് ചോദിക്കലോ. അപ്പൊ ചിലർ അവിടെ ഭയങ്കര എന്താ പറയാ അറഗന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മുഖത്ത് കണ്ടാൽ അറിയില്ല. ചിലർ വളരെ സ്നേഹത്തിൽ, ചിലർ അറഗന്റാണ്. മറ്റുള്ള രാജ്യക്കാരോടുള്ള ഒരു ഇതുണ്ട്, അവർക്ക് ഒരു അവഗണനയുണ്ട്. അപ്പൊ ഇങ്ങേര് ചോദിച്ചു ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. ഞാൻ 1/5/1955 എന്ന് പറഞ്ഞു. വാട്ട് എന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ ഇത് മാസം ആദ്യം പറയണം, പിന്നെ അങ്ങനെ തിരിച്ചാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ വെറുതെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു, വി ആർ ഫ്രം ഇന്ത്യ, go to India then. If you are coming here, you have to follow this rule. എന്നിട്ട് നേരെ ഇതേപോലെ ഒരു സ്ഥലം പറഞ്ഞില്ലേ, ഒരു റൂമിലേക്ക്, ഒരു യെല്ലോ ലൈനില്, അതിൽ എന്നെയും എൻ്റെ ഭാര്യനെയും കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ, അപ്പം ഞാൻ അവിടെ ഒരാളിരിക്കുന്നുണ്ട്. അവരോട് നമുക്ക് എണീക്കാൻ പാടുണ്ടോ, വെടിവെക്കും. മുഴുവൻ കണ്ണ് വെച്ചിട്ടായിരിക്കുന്ന ആൾക്കാർ, മുഴുവൻ മെഷീൻ കണ്ണ്. പേടിച്ചത് അവിടെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ പണ്ടത്തെ കാരാഗ്രഹങ്ങളിൽ അടച്ചിട്ട് മറ്റേ നേരത്ത് മുഴുവൻ ചങ്കലേക്ക് ഇട്ടിട്ട് കെട്ടി വരിഞ്ഞ് 8 കാലിപ്പൂട്ട് പോലെ വല ചിലന്തി പോലെ ആക്കിയിട്ട് ഒരുത്തൻ അവിടെ നിർത്തിയിരിക്കുക. ഒരുത്തൻ അവൻ ഇന്ത്യക്കാരനാ. റൈറ്റ് സൈഡിൽ നോക്കിയപ്പോ അവന്റെ പിന്നിൽ 2 പേര് ഗണ്ണ്. അത് വേറെ റൂമൊന്നല്ല, ഈ റൂമിന്റെ അറ്റത്ത്. അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഞങ്ങളും. ഇനി അടുത്ത് ഞങ്ങളെ ആയിരിക്കും ആ നിർത്ത്. അങ്ങനെ ഇരുത്താൻ പോലെ അത് സെയിം ഫീല്. എൻ്റെ ഭാര്യ അതെന്താ സംബന്ധിച്ച് ഇപ്പം വെറുതെ ഉണ്ടാക്കിയതാണ്, വെറുതെ നമ്മളെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇസ് ഇറ്റ് യു ക്യാൻ കോൾ ഹിം ആൻഡ് മേക്ക് എ കോണ്ടാക്ട്, പ്ലീസ് വെയിറ്റ്. അയാൾക്ക് എന്തോ ദയവ് തോന്നി, ഇവനെ എന്തോ വെടിവെച്ച് കൊല്ലാൻ കൊണ്ടുവന്നുകൊണ്ട് എന്തോ വലിയ കേസിൽ പിടിച്ചതാണ്. അപ്പം നമ്മളെ അതേ ഇതിൽ തന്നെ ഇരുത്തുക. ഒരു മണിക്കൂർ നേരം നമ്മൾ ജീവിതം പോയി എന്ന് വിചാരിക്കുന്ന നിമിഷം. സെയിം, ഒരു പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അതെ അതെ, നോക്കുന്നതല്ല സായപ്പന്മാര്. അത് കഴിഞ്ഞ് വിടുമ്പോ അവർ ഭയങ്കര സ്നേഹത്തോട് വർത്താനം പറയും. എൻജോയ്. എന്ത് എൻജോയ്? ഒരു ദിവസം ഉറങ്ങില്ലേ നമ്മള്. കൊല്ലാവുന്നിടത്തോളം കൊന്നിട്ട് അവസാനം എൻജോയ്.